കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത്? ലോകത്തിന് മാതൃകയാണ് ഇതെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും സാധാരണക്കാരൻ ആശുപത്രി വരാന്തകളിൽ ജീവൻ വെടിയുന്ന ദാരുണ ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സൂംബ ഡാൻസ് കളിച്ചും PR വർക്കുകൾ നടത്തിയും വിലസുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഇപ്പോൾ ശരിക്കും ചുവട് പിഴച്ചിരിക്കുകയാണ്. അവിടെയാണ് വെറുമൊരു രാഷ്ട്രീയ എതിരാളിയായിട്ടല്ല, മറിച്ച് ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി പ്രിയങ്ക ഗാന്ധി നേരിട്ട് രംഗത്തിറങ്ങിയതോടെ പിണറായി സർക്കാരും ആരോഗ്യ വകുപ്പും പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. വയനാടിന്റെ മണ്ണിൽ നിന്ന് പ്രിയങ്ക ഉയർത്തുന്ന ചോദ്യങ്ങൾ തിരുവനന്തപുരത്തെ ഭരണസിരാ കേന്ദ്രങ്ങളെ വിറപ്പിക്കുകയാണ്. എന്താണ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന് സംഭവിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിക്ക് ഇത്ര കടുത്ത നിലപാട് എടുക്കേണ്ടി വരുന്നത്? കഴിഞ്ഞ 5 വർഷമായി കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് ഭരിക്കുന്നത് വീണ ജോർജ് ആണ്. എന്നാൽ ഈ കാലയളവിൽ നമ്മൾ കണ്ടത് എന്താണ്? നാഥനില്ലാത്ത കളരിയായി മാറിയ മെഡിക്കൽ കോളേജുകൾ, ചികിത്സ കിട്ടാതെ മരിക്കുന്ന രോഗികൾ, ഡോക്ടർമാരുടെ കുറവ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ തന്നെ വകുപ്പിന്റെ പോരായ്മകൾ തുറന്നു പറഞ്ഞപ്പോൾ അതിനെ തിരുത്തുന്നതിന് പകരം സിസ്റ്റത്തിന്റെ തകരാറാണ് എന്ന് പറഞ്ഞ് കൈ കഴുകുകയാണ് മന്ത്രി ചെയ്തത്. കോട്ടയത്ത് കെട്ടിടത്തിന്റെ ഭാഗം തകർന്നു വീണ് ബിന്ദു എന്ന സ്ത്രീ കൊല്ലപ്പെട്ടപ്പോഴും പ്രസവിച്ച യുവതിയുടെ വയറ്റിൽ ശസ്ത്രക്രിയക്ക് ശേഷം കത്രികയും തുണിക്കഷ്ണവും മറന്നു വെച്ചപ്പോഴും ഇതേ സിസ്റ്റം എന്ന ന്യായീകരണം നമ്മൾ കേട്ടു. അവിടെയാണ് സാധാരണക്കാരന്റെ ജീവന് പുല്ല് വില പോലും നൽകാത്ത ഒരു ഭരണ സംവിധാനമായി ആരോഗ്യ വകുപ്പ് മാറിയിരിക്കുന്നു എന്ന് പ്രിയങ്ക ഗാന്ധി അടിവരയിട്ട് പറയുന്നത്. ഈ പോരാട്ടത്തിന്റെ കേന്ദ്ര ബിന്ദു ഇന്ന് വയനാടാണ് എന്ന് പറയാം. വയനാട്ടുകാർ വർഷങ്ങളായി ഒരു ആധുനിക മെഡിക്കൽ കോളേജിനായി മുറവിളി കൂട്ടുന്നു. മാനന്തവാടി ജില്ലാ ആശുപത്രിയെ വെറും ഒരു ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് ആക്കി എന്ന് പ്രഖ്യാപിച്ചതല്ലാതെ അവിടെ എന്ത് സൗകര്യമാണ് പിണറായി സർക്കാർ ഒരുക്കിയത്? അത്യാധുനിക വെന്റിലേറ്ററുകളില്ല, മതിയായ ഡോക്ടർമാരില്ല, സ്പെഷ്യാലിറ്റി ചികിത്സകളില്ല. ഇന്നും ഒരു അത്യാസന്ന നിലയിലുള്ള രോഗിയെയും കൊണ്ട് വയനാട്ടുകാർക്ക് ചുരമിറങ്ങി കോഴിക്കോട്ടേക്ക് ഓടേണ്ടി വരുന്നു. വയനാട്ടിലെ ഈ ദുരവസ്ഥ നേരിട്ട് ബോധ്യപ്പെട്ട പ്രിയങ്ക ഗാന്ധിക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ലായിരുന്നു. ആദിവാസി ക്ഷേമ പദ്ധതികൾ അട്ടിമറിച്ചതിനെ കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദ്യം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ആരോഗ്യമന്ത്രിക്ക് പ്രിയങ്ക കത്തയച്ചത്. വയനാടിനെ സർക്കാർ ഇത്രയധികം അവഗണിക്കുന്നത് എന്തിനാണ്? മെഡിക്കൽ കോളേജിനായി അനുവദിച്ച ഫണ്ടുകൾ എവിടെ പോയി? ഈ ചോദ്യങ്ങൾ ഇന്ന് ഓരോ കേരളീയന്റെയും ചോദ്യങ്ങളായി മാറിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ എപ്പോഴും കേന്ദ്രത്തെ പഴിചാരി രക്ഷപ്പെടാനാണ് ശ്രമിക്കാറുള്ളത്. എന്നാൽ പ്രിയങ്ക ഗാന്ധി കൃത്യമായ രേഖകളും വസ്തുതകളുമായിട്ടാണ് സർക്കാരിനെ നേരിടുന്നത്. പുതിയ തസ്തികകൾ സൃഷ്ടിക്കാത്തതും ഉള്ള ഡോക്ടർമാരെ സ്ഥലം മാറ്റുന്നതും കേന്ദ്രത്തിന്റെ കുറ്റമാണോ? കോടികൾ പരസ്യം നൽകാൻ ചെലവാക്കുന്ന സർക്കാർ എന്തുകൊണ്ടാണ് സാധാരണക്കാരന്റെ ആരോഗ്യത്തിനായി പണം കണ്ടെത്തുന്നില്ല? കേരളത്തിന്റെ ആരോഗ്യ മോഡലിനെ കുറിച്ച് വിദേശത്ത് പോയി പ്രസംഗിക്കുന്ന മന്ത്രി വയനാട്ടിലെ സാധാരണക്കാരുടെ അവസ്ഥ ഒന്ന് നേരിട്ട് വന്ന് കാണണമെന്ന് പ്രിയങ്ക വെല്ലുവിളിക്കുമ്പോൾ അവിടെ തകരുന്നത് സർക്കാരിന്റെ PR ഇമേജ് ആണ്. കോൺഗ്രസ് ഈ വിഷയം നിയമസഭയിലും തെരുവിലും ആയുധമാക്കാൻ ഒരുങ്ങുകയാണ്. ആരോഗ്യമന്ത്രിയുടെ കസേര തെറിക്കുന്ന രീതിയിലുള്ള ജനരോഷമാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ ഏകോപിപ്പിച്ചിരിക്കുന്നത്. ഇത് വെറും ഒരു രാഷ്ട്രീയ പോരാട്ടമല്ല, മറിച്ച് കേരളത്തിലെ ഓരോ പൗരന്റെയും ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. വീണ ജോർജിന്റെയും പിണറായി വിജയന്റെയും ധിക്കാരപരമായ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ പ്രിയങ്കയുടെ ഈ വരവ് വലിയൊരു നിമിത്തമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അഴിമതിയും അനാസ്ഥയും മുഖമുദ്രയാക്കിയ ഈ സർക്കാരിനെ ജനകീയ കോടതിയിൽ വിചാരണ ചെയ്യാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയും ചെയ്യും.